ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ കാര്യമല്ല, അന്ന് എൻ്റെ മോൻക്കും എൻ്റെ മോൾക്കും നേരത്തെ മൂത്രയ്ക്കാനും മുട്ടും, നേരത്തെ വിശക്കുകയും ചെയ്യും. അപ്പം പിന്നെ കുറച്ച് നേരം ഉറക്ക് പോയാൽ പിന്നെ കടന്നാലും ഉറക്കം വരില്ലല്ലോ. അപ്പം രാവിലെ എണീച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണേ. മദ്രസയില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ അങ്ങനത്തതൊക്കെ ആക്കൽ. അല്ലെങ്കിൽ വേഗം ആക്കേണ്ടതുകൊണ്ട് തന്നെ എളുപ്പമാവണം എന്തെങ്കിലുമൊക്കെ തന്നെ കേട്ടോ നോക്കലുള്ളൂ. അപ്പോൾ ചപ്പാത്തിക്കും വേണ്ടിയാണ് പൊടി ഇങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കുഴക്കണേ. പിന്നെ ഇതാ ചപ്പാത്തി ബോളൊക്കെ ആക്കിയതിൻ്റെ ശേഷം പരത്താൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്തായാലും കുളയിക്കണ്. പിന്നെ അതിൻ്റെ ശേഷമുള്ളതുള്ളൂ കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇതാ പരത്തിയിട്ട് ചൂടാൻ വേണ്ടി നിന്നേനു. പിന്നെ അപ്പോഴത്തേന് ഇക്കാൻ്റെ ഉപ്പാക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ വേഗം ചപ്പാത്തി ചുട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞതും പിന്നെ ഞാൻ വേഗം തിരുമ്പിടാനാട്ടോ പോയത്. അല്ലെങ്കിൽ വെയിലായാലും ഇവിടെ അലക്കുകല്ലിൻ്റെ അവിടെ ഭയങ്കര വെയിലേക്കാരം. അപ്പോൾ വേഗം അലക്കിയിട്ടിട്ടാണ് പിന്നെ പാത്രം കഴുകാനും അടുപ്പൊക്കെ തുടക്കാൻ വേണ്ടിയാണ് നിന്നത്. കൂട്ടത്തിൽ ഏറ്റവും റിസ്ക്കുള്ള പണി എന്ന് പറയുന്നതാണ് കേട്ടോ തിരുമ്പണ പണി. ഭയങ്കര കഷ്ടമാണ്. എന്താ പറയുക, എനിക്ക് കേട്ടോ അലക്കുകല്ലിൽ അലക്കണവർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഏകദേശം എല്ലാവർക്കും കഷ്ടം തന്നെ ഇക്കാരം. അപ്പോൾ എന്തായാലും അതൊക്കെ കഴുകി വന്നതിന് ശേഷം അതൊക്കെ തിരുമ്പിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി അടുപ്പൊക്കെ തുടച്ചു. പിന്നെന്താ, പിന്നെ ഉള്ളത്തെ പണി തന്നെ വിരിച്ചിടാൻ, അടിച്ചു വരാൻ, തുടക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബെഡിൻ്റെ കവറിൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും കരുതരുത്. എൻ്റെ മക്കൾക്ക് അത്രയും വികൃതിയാട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെയൊക്കെ കീറി മാലാച്ചയായി നിന്നിക്കണത്. പിന്നെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് അടിച്ചു വരാൻ വേണ്ടിയാണ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെയാണ് ബെഡൊക്കെ വിരിച്ചിടണത്. അത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ ഓല് സെറ്റാക്കൂട്ടോ പോയിട്ട്. ആകെ കേടെടുത്തും, എല്ലാം വലിച്ചിട്ടിട്ടും വാരിയിട്ടിട്ടും ഒക്കെ കേടെടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചോരി തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു ഉച്ചക്കേക്കിന് എത്തൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ കുറച്ച് ചോറുണ്ടായിരുന്നു തലേന്നത്തെ, അത് തിളപ്പിച്ചൂറ്റിയിട്ട് അത് തിന്നാന്ന്. അപ്പോൾ പള്ളിയൊക്കെ അവിടെ നിന്ന് തന്നെ കൂടണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ എന്തായാലും നേരം വൈകും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചോറ് ചൂടാക്കുകയും ചെയ്തു. മീൻ കറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു തലേന്നത്തെ. അത് ആക്കിയിട്ടോ അങ്ങനെ അത് കൂട്ടിയിട്ട് ഞാനും കുട്ടികളും ചോറ് കഴിച്ചു. അപ്പോൾ അത് അടിച്ചു വരാൻ വേണ്ടിയാണ് വന്നപ്പോൾ പുറത്ത് ചിക്കിയിട്ടതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കുറേ ഉണ്ടാവും ഇവിടെ, 4 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. തിരുമ്പാൻ എന്തായാലും കുറേ ഉണ്ടാവും. പിന്നെ ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വന്നു. അപ്പം ഞങ്ങൾ അപ്പുറത്തെ ഇവിടെ ഒരു ബിൽഡിങ്ങാണ് ഞങ്ങൾ താമസിക്കണത്. അപ്പം അതിൻ്റെ മുന്നത്തെ ഭാഗത്ത് ഒരു ബാർബർ ഷോപ്പ്, ടൈലറിങ് ഷോപ്പ്, മൊബൈൽ കട അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടുത്തെ ചേച്ചി, ടൈലറിങ് കടയിലത്തെ ചേച്ചി വന്നപ്പോൾ വലിയൊരു ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്നതിന് ശേഷം പിന്നെ അത് നന്നാക്കുക, ചക്കക്കൂട്ട ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞതിന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചക്കക്കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂപ്പരതാ വെട്ടിയൊക്കെ ചക്കൊക്കെ വെട്ടി ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് നന്നാക്കി ചക്ക കൂട്ടാനൊക്കെ ആക്കിട്ടോ. അപ്പോൾ മൂപ്പരറിയാം കട്ടൻ ചായയും കൂടി വേണമെന്ന്. അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ച് എന്തായാലും കുളിക്കാനൊക്കെ നേരം വൈകിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കുളിച്ചത്. പിന്നെ ഏതായാലും രാത്രിക്കൊക്കെ ചോറില്ലായിരുന്നു. അപ്പോൾ ചോറ് വെക്കണ്ട, എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാനിട്ട് പിന്നെ ഉപ്പുമാവാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഇക്ക അവിടെ പന കൊണ്ടാക്കി വന്നപ്പോൾ അവിടുന്ന് ഉമ്മ കുറച്ച് സാമ്പാർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സാമ്പാറും ഉപ്പുമാവൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ തിന്നിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ.